Hello, everyone. Good morning, good afternoon, and good evening from wherever you're watching us. So, happy Friday, everyone. So, ഞങ്ങൾ വീണ്ടും ഒരു ലൈവിൽ വന്നേക്കുന്നതാണ്. സോ ടുഡേ ഞങ്ങളുടെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ആർ യു എ ഫെൻസ് സിറ്റർ. അപ്പൊ ഫെൻസ് സിറ്റർ എന്ന് വെച്ചാൽ കുറേ അധികം ആളുകൾ ഈ ബിസിനസിനെ കുറിച്ച് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചിലവർ വെബിനാർ വരെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലവർ അതും കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കണേണ് ലൈക്ക് ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാവരും എന്ത് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ചേരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ചുറ്റും നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ഫെൻസ് സിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫെൻസിന്റെ ചുറ്റുമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ലൈവ് ആണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. സോ നിങ്ങൾ അങ്ങനെ ചുറ്റും അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഗ്രോത്ത് നോക്കിയിട്ട് നിൽക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ റെഡിയാണോ, അല്ലെങ്കിൽ വൈ ആർ യു സിറ്റിംഗ് ലൈക്ക് ദാറ്റ്? സോ അതിനെക്കുറിച്ചാണ് ഞങ്ങളിവിടെ ചെറിയൊരു ഡിസ്കഷൻ പോലെ ചെയ്യാൻ പോണത്. സോ നമുക്ക് റിയ ഉണ്ട് ഫ്രം കാനഡ, കാർത്തിക ഫ്രം ന്യൂസിലാൻഡ് ആൻഡ് അനു ഫ്രം ഓസ്ട്രേലിയ. സോ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ കാർത്തികനോട് ചോദിക്കാം. ഹായ് കാർത്തിക. അപ്പൊ കാർത്തികയുടെ അഭിപ്രായം അങ്ങനെ ആരെങ്കിലും ഫെൻസിറ്റർ ആയിട്ട് കാർത്തികയുടെ ഗ്രോത്ത് നോക്കി നിൽക്കണുണ്ടോ? Hi KG, thank you for inviting me, and thank you everybody for watching us. ഫെൻസിറ്റർ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരു ഫെൻസിറ്റർ ആയിരുന്നു ചേച്ചി. എനിക്ക് അതാണ് പറയാനുള്ളത്. അതായത് ഫെൻസിറ്റർ ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ഫെൻസിറ്റർ ആയിരുന്നു. ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 1.5 ഇയർ ഈ ബിസിനസ്സിനെ ഫെൻസിലിരുന്ന് വാച്ച് ചെയ്ത് എനിക്ക് സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും സ്റ്റിൽ ഐ വാസ് എ ഫെൻസിറ്റർ. ഇപ്പൊ എനിക്ക് തോന്നുമ്പോൾ റിഗ്രറ്റ് ഉണ്ട്. ഐ എം തിങ്കിങ് ലൈക്ക് വൈ ഐ സിറ്റ് ലൈക്ക് അങ്ങനെ ഇരുന്നു, ഞാൻ എന്തിനങ്ങനെ ഇരുന്നിട്ട് ഈ ബിസിനസ്സിനെ അന്ന് യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ വന്നിട്ടും ഐ വാസ് നോട്ട് റെഡി ടു ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഈവൻ ആ 149 എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുക്കാൻ പോലും ഞാൻ ആലോചിച്ച് കുറേ ഇരുന്നു. ആ ടൈമിലും ഐ വാസ് ഗോയിങ് ത്രൂ ഓൾ സോർട്ട് ഓഫ് സ്ട്രഗിൾസ്, ഫിനാൻഷ്യൽ സ്ട്രഗിൾസ്, ദ ഡിഫിക്കൽട്ടിയും ബാലൻസിങ് എല്ലാം ഉണ്ടായിരുന്നിട്ടും ഞാനൊരു ഫെൻസിറ്റർ പോലെ അവിടെ ഇരുന്ന് ഓരോരുത്തർ ചെയ്യുന്നതും വെറുതെ പലപ്പോഴും നമ്മൾ പറയാനുണ്ട്, ലൈക്കോ റിയാക്ഷനോ ഒന്നും കൊടുക്കത്തില്ല, കമന്റോ ഒന്നും കൊടുക്കില്ല, ജസ്റ്റ് പോയി നോക്കും അവരെന്താ ചെയ്യുന്നത്, ഇവരൊക്കെ ഇത് എങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്, ഇവര് ചേഞ്ച് ആവുന്നുണ്ടോ, ഇവർക്ക് ഗ്രോത്ത് വരുന്നുണ്ടോ. അങ്ങനെ കുറേ നാൾ വാച്ച് ചെയ്ത് ഫൈനലി എനിക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല അന്ന് ആ ആക്ഷൻ എടുത്തപ്പോൾ എനിക്ക് ഈ ബിസിനസിനെ കുറിച്ചിട്ട് 100% ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ 100% ക്ലാരിറ്റി ഉണ്ടായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന ആളല്ല എനിക്ക് എൻ്റെ ഒരു ആക്ഷൻ എടുക്കണം, ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് എപ്പോൾ എനിക്ക് ഫീൽ ചെയ്തോ അറ്റ് ദാറ്റ് ടൈം ഐ ടുക്ക് ദാറ്റ് സ്റ്റെപ്പ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തത്. വൺസ് ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ആൾക്കാർ എന്താണ് ചെയ്യുന്നത്, ഹൗ അമേസിംഗ്ലി ദേ ആർ ഡൂയിങ് ദിസ് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരിക്കലും പുറത്തു നിന്നാൽ ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ എനിക്ക് ഫെൻസിറ്റേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് റിഗ്രറ്റ് ഉണ്ട് ഇന്ന് ഞാൻ ആ 1.5 ഇയേഴ്സ് വേസ്റ്റ് ചെയ്ത് കളഞ്ഞതിന്. അന്ന് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഏത് ലെവലിലേക്ക് എത്തുമായിരുന്നു എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. സോ അതാണ് എനിക്ക് ഓരോരുത്തരുടെ അടുത്തും പറയാനുള്ളത്. അങ്ങനെ നമ്മൾ വാച്ച് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഡോണ്ട് ഹെസിറ്റേറ്റ്. നമ്മൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതെന്താണെന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നതിനെ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാതെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രം നോക്കിയിരുന്നാൽ നെവർ നമ്മൾക്ക് നമ്മുടെ ആ ഒരു സക്സസിലേക്ക് എത്താൻ കഴിയില്ല. സോ വി ആർ ദ ആക്ഷൻ ടേക്കേഴ്സ്, സോ വി ഷുഡ് ടേക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു കാർത്തിക, താങ്ക് യു സോ മച്ച്. ഞാൻ അത് മറന്നുപോയി, കാർത്തിക ഒരു ഫെൻസിറ്റർ ഞാൻ മറന്നുപോയി. സോ കാർത്തിക ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം കുറെ നാളെടുത്തിട്ടാണ് കാർത്തികയും വന്നത്. ബട്ട് വൺ ഷീ കെയിം ഇൻ, ഷീ വാസ് സോ എക്സൈറ്റഡ്. കാർത്തിക പിന്നെ ഒരു ടൈമും വേസ്റ്റ് ചെയ്തിട്ടില്ല. ഷീ ഈസ് ജസ്റ്റ് ലേണിംഗ് ആൻഡ് ഷീ ഈസ് റിയലി സീയിങ് വെരി ഗുഡ് സക്സസ് ഇൻ ദിസ് ബിസിനസ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അപ്പൊ ഈ ഒരു ഇത് നേരത്തെ എടുത്തെങ്കിൽ ഇപ്പൊ കാർത്തിക വേറൊരു ലെവലിലേക്ക് എത്തിയാണ്. അപ്പൊ അതാണ് നമ്മള് പിന്നെ നമ്മുടെ ആ ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ പുതിയ കാര്യമാണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ നേരത്തെ ആക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എത്രയും വേഗം നമുക്ക് ആ ലേണിംഗ് ഫേസ് കടന്ന് പോകാൻ പറ്റും.
So thank you so much, Karthika, for your thoughts. So നമുക്കിനി റിയനോട് വേണ്ടി ചോദിക്കാം. റിയ, റിയയുടെ ഒരു അഭിപ്രായം എന്താ ഇതിനെ കുറിച്ചിട്ട്? റിയ കാര്യങ്ങളും. ഓക്കെ, താങ്ക്സ് മലീന, താങ്ക്സ് ഓൾ. ഓക്കെ, എല്ലാവർക്കും വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ ലിസൺ ചെയ്യുന്നതിന് താങ്ക്സ്. ഓക്കെ, അപ്പം കാർത്തിക മെലിനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറെ ആൾക്കാർ ബിൽഡിങ്ങും ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, അവരെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു, കുറെ ആൾക്കാർ ഓൺലൈൻ ബിസിനസ്സിലൂടെ മണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒക്കെ നമ്മൾ കാണും, നമ്മൾ ഫീൽ ചെയ്യും, നമ്മൾ ഇൻസ്പയർഡ് ആവും. പക്ഷെ അതിനുശേഷം മറ്റേ പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഗോ ബാക്ക് ടു ലൈഫ് ആൻഡ് നോ ആക്ഷൻ എടുത്തിട്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഫെൻസിൽ സിറ്റ് ചെയ്യുന്നത്, ഫെൻസ് സിറ്റിങ് പിന്നെ സേഫ് ആണെന്നുള്ളത്. പക്ഷെ അതൊരു സേഫ്റ്റി ഒന്നുമല്ല. റിയാലിറ്റിയിൽ നമ്മൾ അത് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്, നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യുന്നില്ല. നമ്മുടെ മെലിന ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്കോ എല്ലാവർക്കും ആക്സസ് ഉള്ള അതേ റിസോഴ്സ് വെച്ചിട്ട് അതേ സമയം കൊണ്ട് കുറെ ആൾക്കാർ മുമ്പോട്ട് പോയിരിക്കുന്നു. നമ്മൾ ആ ഫെൻസിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നടക്കുന്നത്. ലേണിംഗ് ഒക്കെ ഗുഡാണ്, നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാ ദിവസവും എല്ലാം കാണുന്നു എല്ലാം ഉണ്ട്. പക്ഷെ ലേണിംഗ് അപ്പം ഗുഡാണ്, പക്ഷെ ഇംപ്ലിമെന്റേഷൻ ആണ് നടക്കേണ്ടത് അവിടെ. അതാണ്. അപ്പം ചില ആൾക്കാരൊക്കെ, ഞാനടക്കം, പിന്നെ നമ്മൾ ഫെൻസിൽ ഇരിക്കുന്നത് ജഡ്ജ്മെന്റിനെ കൊണ്ടും, ചില ആൾക്കാര് നമ്മളെ പറ്റിയിട്ട് എന്ത് വിചാരിക്കും, ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. പക്ഷെ നമുക്ക് ഇപ്പൊ തിങ്ക് ചെയ്യാം, നമ്മളിപ്പോ സക്സസ്ഫുൾ ആയാലോ, സക്സീഡ് ആയാലോ. അപ്പോ ഫെയിലിയർ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ ട്രൈ ചെയ്യാതിരിക്കുന്നവരാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് ഫെയിൽ ആയിക്കോട്ടെ, അപ്പം നമുക്ക് നോക്കാമല്ലോ, ചിലപ്പോൾ നമ്മൾ സക്സസ് ആയാലോ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ എപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തത് അൺഷുവർ ആയിട്ടാണ്. ഏത് ബിസിനസ് മാൻ ആണെങ്കിലും ഒരു കാലത്ത് അയാൾ ഒരു സ്റ്റെപ്പ് എടുത്തതാണ്, അൺഷുവർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്താണ്. അപ്പോൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ക്ലാരിറ്റി കിട്ടുള്ളൂ, പിന്നെ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ തന്നെ എല്ലാ പല ബിസിനസ്സും നമ്മൾ ഒറ്റക്ക് ബിൽഡ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അതിൽ. പക്ഷെ ഈ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ ഒരിക്കലും അലോൺ അല്ല, നമുക്ക് ഫുൾ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ബിസിനസ് ആണെങ്കിൽ സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ടെക്നിക്കൽ സ്കില്ല് വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് എല്ലാ ഗൈഡൻസും, നമുക്ക് എല്ലാ ഗൈഡൻസും കിട്ടി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് കിട്ടി. അങ്ങനെയാണ് നമ്മളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മുമ്പേ ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്ട്രാറ്റജീസ് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ മുമ്പോട്ട് പോയിരിക്കുന്നത്. കാർത്തിക പറഞ്ഞതുപോലെ ഞാൻ അത്ര വലിയ ഫെൻസ് സിറ്റർ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ ആഡൊക്കെ മുമ്പിൽ വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാച്ച് ചെയ്യില്ലായിരുന്നു. ജസ്റ്റ് സ്കിപ്പ് ആഡും വെച്ചിട്ട് പോവുമായിരുന്നു. പക്ഷെ എനിക്കൊരു ഇൻകം വേണമായിരുന്നു. പിന്നെ ഒരിക്കലും വിചാരിച്ചു ഒന്ന് കണ്ടു നോക്കാന്ന്. കണ്ടപ്പോൾ ഒന്ന് മുമ്പോട്ട് വന്നു. പിന്നെ എല്ലാം ആ ഫ്ലോയില് അങ്ങനെ പോകുന്നു. ടീമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോ ഒരു ബേർഡനായിട്ട് തോന്നുന്നില്ല. ആക്ച്വലി ഞാനിപ്പോ എൻജോയ് ചെയ്യാണിത്. പേഴ്സണൽ ഗ്രോത്ത് എത്രയോ ഉണ്ടായിരിക്കുന്ന എനിക്ക്. അപ്പം ആ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഫെൻസിൽ നിന്ന് കുറച്ചൊന്ന് പുറത്ത് വന്നപ്പം മനസ്സിലായി ഇത് നമുക്കും പറ്റിയതാണെന്നുള്ളത്. അപ്പം എല്ലാവരോടും ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത്, അങ്ങനെ ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈം ഇല്ല. പിന്നെ എല്ലാം റൈറ്റ് ടൈമാണ്. ആ ഗെറ്റ് ഓഫ് ഫ്രം ദാറ്റ് ഫെൻസ്, എന്നിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് ഗ്രോ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യാം, എന്നാലാണ് അത് സക്സസ്ഫുൾ ആവോ ഫെയിലിയർ ആവോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു റിയ, താങ്ക് യു സോ മച്ച്. പിന്നെ റിയ പറഞ്ഞ പോലെ ഫെൻസിൽ ഇരുന്നിട്ട് ബാക്കിയുള്ളൊരു ഗ്രോ ചെയ്യണം എന്ന് പറയുന്നത് ലൈക്ക് നമ്മ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലെയാണ്. കളിക്കുന്നവരാണ് അതിന്റെ ഗുണം മുഴുവൻ അനുഭവിക്കുന്നത്. അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവര് കളിക്കുന്നു, അവര് കപ്പ് എടുക്കുന്നു, അവർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നു. കളി കാണുന്ന ആൾക്കാര് മറ്റുള്ള അവരുടെ വിന്നിങ് മൊമെന്റ് എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് അത് കണ്ട് ആസ്വദിച്ച് അവര് വീട്ടിലേക്ക് പോകുന്നു. സോ അതുപോലെ നമ്മൾ അങ്ങനെ കളി കാണുന്ന ആൾക്കാരെ പോലെ ആകാണ്ട്, ഇഫ് യു ആർ റിയലി ഹാവ് ദാറ്റ് റീസൺ, നിങ്ങൾക്ക് ആ എന്താ പറയണ ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾ ഓരോരുത്തരെയും പേഴ്സണലി വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അതായത് എനിക്ക് ഇവരെ പോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ പോലെ എനിക്കും ഓൺലൈനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള റീസൺ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവും. ദാറ്റ് മീൻസ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ്. സോ ടേക്ക് ദ ആക്ഷൻ. മടിച്ചു നിൽക്കാണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. കാരണം ഇത്രയും അധികം ആളുകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ദ ഓൺലി ഡിഫറൻസസ് നമ്മൾ മാത്രമാണ്. ഇതിനെക്കുറിച്ച് മോശം പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവര് ദേ ഹാവ് നോട്ട് വർക്ക്ഡ് ഓൺ ദിസ്. അവര് വെറുതെ ബിസിനസ്സിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ്സ് ഒക്കെ വെറുതെ നോക്കി കണ്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് നമ്മുടെ എല്ലാ ബിസിനസ്സിലും പോലെ കുറച്ചൊരു എഫേർട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലേ മാത്രമേ നമ്മുടെ റിസൾട്ട് കണ്ടു തുടങ്ങുള്ളൂ. പിന്നെ കൂടാതെ കുറെ ആളുകൾക്ക് അവർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ് എന്ത് വിചാരിക്കും എന്ന് ഓർത്ത് ചെയ്യാത്തവരുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ബിൽസ് പേ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളോടൊപ്പം ഇരിക്കാൻ ഇവരാരും വരില്ല. അവരാരും അതൊന്നും ചെയ്തു തരില്ല. അവരിങ്ങനെ അഭിപ്രായം പറയും നമ്മളോട്, അത് ചെയ്യണത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ഇത് സ്കാമാണ് അല്ലെങ്കിൽ ഇത് മോശമാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ബില്ല് പേ ചെയ്യാൻ അവർ വരും, അല്ലെങ്കിൽ ഒരു ബില്ല് മോർട്ട്ഗേജ് അവര് ഞാൻ പേ ചെയ്തോളാം എന്നും പറഞ്ഞു കൊണ്ടുപോയില്ല. അവരാരും അതൊന്നും ചെയ്തു തരില്ല. ദേ വിൽ ഗിവ് യു ലോട്ട്സ് ഓഫ് എന്താ പറയുക അഡ്വൈസ് തരും, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരും. സോ take your own decision, make your own decision, wise decision, and then move on. അല്ലേ? അപ്പൊ അനുവിന് എന്താണ് തോന്നുന്നത്? What is your opinion, Anu? Hi, Chechi. Thank you for having me here. Thank you everyone for watching and supporting us. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഒരുപാട് പേർക്കും ഭയങ്കര റിലവൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഒരു ഫെൻസിറ്റർ ആയിട്ട് ഓൾമോസ്റ്റ് 2 years ഇരുന്ന ഒരാൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, ബാങ്കറാണ്, ഒരുപാട് ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഇമിഗ്രൻ്റ് ആണ്. ഷി വാസ് വാച്ചിങ് ആൻഡ് നൗ ഷി ഗോട്ട് ടു നോ ദ എന്താ പറയുന്നത്, ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഗ്രോത്ത് നമുക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റെപ്പ് എടുത്തു. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഫെൻസിറ്റർ ആയിട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമുക്ക് സമയം ഇങ്ങനെ പറയുന്നത് സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കത് തിരിച്ചു കിട്ടത്തേയില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഷ്രിങ്ക് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. നമ്മുടെ ആ പെയിൻസ് അവിടെ തന്നെ നിൽക്കുന്നു. കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണോ, നമ്മുടെ കടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടതാണ്, അതിലൊരു മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. അത് നമുക്കൊരു ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഞങ്ങൾ ആരും റെഡി ആയിട്ടുണ്ടായിരുന്നവരല്ല, ഞങ്ങൾ പക്ഷേ സ്റ്റെപ്പ് എടുത്തു. അങ്ങനെ സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെയാണ് നമുക്കൊരു റെഡിനെസ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും പേടി, അതൊരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേടി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനോടല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പോകുന്നു. പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ആർക്കും പേടിയുണ്ടാവും. നമ്മുടെ ലേറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുള്ള പോലെ, ഫെയിൽ ഈസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. നമുക്ക് ഒരു കാര്യം നമ്മൾ ആദ്യം തുടങ്ങാതെ നമ്മൾ പഠിക്കത്തില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരെയും നന്നാക്കിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനും പറ്റത്തില്ല. അൺടിൽ യു ചാർജ് യുവർ സെൽഫ്, നോബഡി ഈസ് കം ആൻഡ് ചാർജ് യു. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്, അല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കരുതുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ ആരും ഫെൻസിലിരിക്കാതെ നമ്മൾ എടുത്ത് ചാടുക. ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ ഫെൻസ് സെറ്റ് ചെയ്തിട്ടിരുന്നിട്ടേ ഇല്ല. എനിക്ക് മനസ്സിലായി, എനിക്കൊരു അവസ്ഥ വന്നു, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ നീഡ് എ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം. ആൻഡ് ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി. കാരണം നമ്മൾ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ മലിന ചേച്ചിയുണ്ട്, കാർത്തികയുണ്ട്, റിയ ചേച്ചിയുണ്ട്, അതേപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് എന്ന് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണ്. നമ്മുടെ സമയം നമുക്ക് വൈസ്ലി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കാണാതെ നമുക്ക് വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ടി നല്ലൊരു ഇൻകം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പേടിച്ചിരിക്കാതെ നമ്മൾ എപ്പോഴും അതിന്റെ മറുവശം ചിന്തിക്കാനായിട്ട് നോക്കും. പിന്നെ നാളെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ പേടിയൊക്കെ തന്നെ മാറുന്നതായിരിക്കും.
ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ലായിരുന്നു. എന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു പിക്ചറും ഇല്ല, ഒന്നുമില്ല. ഒരു മാരേജിന്റെ പോലും പിക്ചർ ഇല്ലാത്ത ഒരാളാണ്. ഒന്നുമില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമോ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കി പേടിയല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. എന്തും പഠിക്കാനായിട്ട് നമുക്കൊരു സന്നദ്ധത കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനായിട്ട് പറ്റും. സോ എല്ലാവരോടും പറയാണ്, നമ്മുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മീനിങ് ഫുൾ ലൈഫ് അല്ലെങ്കിൽ പീസ് അല്ലെങ്കിൽ ഒരു ടൈം ഫ്രീഡം ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ this is the right platform and we all here to help you all and thank you. അതാണ് ചേച്ചി എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനു. അപ്പൊ അതാണ് ഫെൻസ് സിറ്റ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ഫെൻസ് സിറ്റർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേണ്, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ്, ബിക്കോസ് ടൈം ഈസ് മൂവിങ് ഫാസ്റ്റ്. നമ്മുടെ ലൈഫിൽ പല പല പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും എല്ലാം ശരിയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരു സെറ്റിൽ ആവട്ടെ എന്ന്. ഒരിക്കലും നമ്മുടെ ലൈഫ് സെറ്റിലും ആകില്ല. പുതിയ പുതിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ലൈഫിലും പല പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതും. സോ things will happen in your life, but you are the one who have to make the decision. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി മദേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ആൾക്കാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത്. ദ റീസൺ വൈ വി ആർ സേയിങ് ഇസ്, ഇപ്പൊ ഞങ്ങൾ ആരും പുറത്തേക്ക് ഒരു സെക്കൻഡ് ഷിഫ്റ്റോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോബോ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ മക്കള് സ്കൂളിൽ നിന്ന് വന്ന് അവര് മുകളിൽ ഇരിപ്പുണ്ട്. അനുവിന്റെ മക്കള് മോനുണ്ട്, കാർത്തികയുടെ മക്കളുണ്ട്, റിയാണ് വീട്ടിലിരുന്ന. നമ്മളെല്ലാവരും വീട്ടിലിട്ട് കംഫർട്ടിലിരുന്ന് ചെയ്യുന്ന സംഭവം ഇത്. സോ അത് അത്രയും അതിലും കൂടുതൽ അപ്പുറം ഒരു കംഫർട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും. ആൻഡ് നമ്മൾ മണിക്കൂറോളം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യണത് നമ്മൾ അങ്ങാടും ഇങ്ങാടും കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ അങ്ങാടും ഇങ്ങാടും കുറച്ച് നമ്മുടേതായ ഒരു ചിറ്റാറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ കുഞ്ഞു ലൈവും കൂടി ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ലൈക്ക് ഒരു ഫാമിലി ഗാദറിംഗ് പോലെയാണ് നമ്മൾ വന്ന് ആഴ്ചയിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് സോ സിമ്പിൾ ആൻഡ് എവറിത്തിങ് ഇസ് ഗിവൺ ടു യു. എല്ലാം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്നുണ്ട്. ഓൺലി തിങ് യു ഹാവ് ടു ടേക്ക് ദറ്റ് ആക്ഷൻ ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ദ സ്റ്റെപ്പ്, അല്ലെ? സോ നിങ്ങൾ ആരുടെ പേജിൽ നിന്നാണോ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പിന്നെയും കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു എനി ഓഫ് us. We will be happy to help you, guide you. So thank you very much everyone. We'll see you next week. Have a beautiful day and a wonderful weekend everyone. Thank you. അപ്പോൾ നമുക്ക് ആരൊക്കെയോ ലൈവിൽ വാച്ച് ചെയ്യുന്നുണ്ട്. Thank you for watching us live. Thank you so much. Have a good day. Bye bye. Thank you. Bye all. Thank you everyone. Bye.